അമ്മയിലെ തർക്കത്തിൽ ശ്വേത മേനോനെയും ഒപ്പം ബി.ജെ.പിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു വിഭാഗം നടിമാർ മാല പാർവതി, അൻസിബ ഹസൻ, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവരാണ് അമ്മ സംഘടനാ തർക്കത്തിലേക്ക് ബി.ജെ.പിയെയും പ്രതി ചേർക്കുന്നത്. ശ്വേത വഴി അദാനിയിൽ നിന്ന് 15 കോടി അമ്മയിൽ എത്തിക്കുമെന്ന ബി.ജെ.പി വനിതാ നേതാവ് പ്രഖ്യാപിച്ചത് എന്തിനെന്ന് നടിമാർ ചോദിച്ചു. ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥികളെ എത്തിക്കാൻ ശ്വേത 2 കോടി വാങ്ങിയെന്നും അൻസിബയെ ജിഹാദി എന്ന് വിളിച്ച് ഓടിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും ഇവർ ആരോപണമുയർത്തുന്നു. അതിനിടെ നടി ലക്ഷ്മിപ്രിയക്കെതിരെ അൻസിബ കോടതിയിൽ മൊഴി നൽകി. അഴിക്കുംതോറും മുറുകുന്ന കുരുക്കായി മാറുകയാണ് താരസംഘടനയായ അമ്മയിലെ പ്രശ്നങ്ങൾ. ആരോപണവും പ്രത്യാരോപണവും മുറക്ക് നടക്കുന്നുണ്ട്. നടിമാരായ മാല പാർവതി, അൻസിബ ഹസൻ, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവർ ചേർന്ന് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം ഗുരുതരമായ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. താരങ്ങളെ സ്ഥാനാർത്ഥികളാക്കാമെന്ന് ബി.ജെ.പിക്ക് ഉറപ്പു നൽകി ശ്വേത മേനോൻ 2 കോടി വാങ്ങിയെന്നാണ് പ്രധാന ആരോപണം. അതിനുമുമ്പ് കയ്യിൽ നിന്ന് കണക്കിന്റെ ഒരു പേജ് ലീക്കായിട്ടുണ്ട്. അതിൽ 60 ലക്ഷത്തിന് മേലെ കണക്കില്ലാതെ വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ ബാബുരാജ് പറഞ്ഞതാണ്. അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുരാജ്. അപ്പോഴാണ് നമ്മളെല്ലാരും അറിയുന്നത് ഇങ്ങനെ ഒരു കണക്ക് തെറ്റി ബാബുവിന്റെ വാട്സപ്പില് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ചെയ്ത് തന്ന കണക്ക് വേറെ, അവര് വായിച്ച കണക്ക് വേറെ. അപ്പോ അതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി. അവിടെ മൊത്തത്തിൽ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങി. അംഗങ്ങളാണ്, മൈക്ക് അവിടെ ആർക്കും തന്നില്ല. അദാനിയിൽ നിന്ന് 15 കോടി രൂപ വാങ്ങി അമ്മയിലെത്തിക്കാനും ശ്വേത മേനോൻ ശ്രമം നടത്തിയെന്ന ബി.ജെ.പി നേതാവ് പത്മജ എസ് മേനോന്റെ വെളിപ്പെടുത്തലും നടിമാർ ചൂണ്ടിക്കാട്ടി. ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അമ്മയിൽ നടക്കുന്നത് നീതിയല്ല അനീതിയാണെന്നായിരുന്നു അൻസിബയുടെ തുറന്നു പറച്ചിൽ. ഇത് കമ്മിറ്റിയിൽ ശ്വേത ചേച്ചിയാണ് ആദ്യം കൊണ്ടുവന്നത്. അന്ന് പറഞ്ഞത് 1 കോടി എന്നായിരുന്നു. അത് എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി മാറി. 25 ലക്ഷം എവിടെ പോയി എന്ന് എനിക്കറിഞ്ഞു. എഗ്രിമെന്റ് ആയപ്പോൾ 75 ലക്ഷമായി. പക്ഷെ ഈ ഒരു കാര്യം കൊണ്ടുവന്നപ്പോഴേ ഞാൻ എതിർത്തു. നമ്മുടെ ധാർമ്മികതയ്ക്ക് ചേരുന്നതല്ല ഈ കാര്യം. അതേസമയം നടി ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ തൃപ്പൂണിത്തുറയിലുള്ള ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തി മൊഴി നൽകി. പോലീസ് സ്റ്റേഷനിൽ താൻ നേരിടേണ്ടി വന്ന ദുരനുഭവം കോടതിയിൽ തുറന്നു പറയുമെന്നും അൻസിബ പറഞ്ഞു. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.